നിന്റെ കെട്ടുവല്ലത് ഉറച്ചോടി സോഫി? ഇല്ല, ഉറയ്ക്കും അറിയിക്കാം. അല്ല, പള്ളി കഴിഞ്ഞ് വരുമ്പോ തോട്ടുപറമ്പിലെ ജോയിക്കുട്ടി നിനക്ക് കത്ത് തന്നുവെന്നും നീ അത് വാങ്ങിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടു. കേട്ടത് നേരാ. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളാരെ പിറകെ ചെക്കന്മാര് നടന്നു കത്ത് തന്നു നോക്കി ഇരിക്കും. അതിനെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. സോഫി, സോഫിനെ കാണാൻ കിട്ടുന്നില്ലല്ലോ. എന്തിനാ കാണുന്നേ? നീ ആയിരുന്നോ? ഇതെന്താടാ ഈ നേരത്ത്? എനിക്ക് ഇവിടെ വരാൻ നേരവും കാലം നോക്കണോ? ഞാൻ ഇവിടുത്തെ അടുക്കളയിൽ എന്തുമാത്രം ചോറുണ്ടതാ, ഈ തിണ്ണക്കിടന്ന് എന്തുമാത്രം ഉറങ്ങിയതാ. അതൊരു കാലം. എന്റെ ചാക്കപ്പം പോയ പിന്നെ ഈ വീട്ടിലെ വെളിച്ചവും പോയടാ. എടി കുഞ്ഞുമോളെ, നീ ആ റാന്തൽ കത്തിച്ച് വല്യമ്മച്ചിയുടെ മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുക്ക. ഇച്ചിരി വെളിച്ചം കിട്ടട്ടെ. അത് ശരി, അമ്മായിമ്മ മരുവോള് ഇപ്പോഴും കൊണ്ടും കൊടുത്തു അങ്ങനെ കഴിയല്ലേ? നീ ഇതോടായിരുന്നു മോളെ. ഉള്ള ചായ എടുത്തേ, കട്ട ചായ എടുത്തേ. അതെ, ഇവളെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കട്ടായോ? ഞാൻ എത്ര നാൾ കൊണ്ട് പറയുന്നു എന്റെ പിള്ളേച്ച. കൊള്ളാവുന്ന ആലോചനകൾ വരണ്ടേ? കല്യാണ പ്രായം എന്ന് വെച്ചാൽ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കാം. എന്നാ കൊള്ളാവും ചില ആലോചനകൾ കണ്ടുവച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ചേട്ടത്തേക്ക് അറിയാലോ, പകലോ പറ്റത്തെ നൈനാൻ ചേട്ടൻ. അയാൾക്ക് 6 ആമക്കളാണല്ലോ. അതിൽ ഏറ്റവും ഇളയവനുണ്ട്, മിടുക്കനാ. 6 ഹൗസിംഗ് ബോട്ടാ. അയ്യോ, പകലമറ്റക്കാര് പാരമ്പര്യമായിട്ടേ പണക്കാരാ. നമ്മുടെ കൊക്കിലൊതുങ്ങുകയല്ല. അത് ശരിയാ. എന്നാ പിന്നെ പുത്തമ്പ്രമ്പിലെ കോശിച്ച ഒന്നിങ്ങി വന്നേ. അത് വേണ്ട, അത് വേണ്ട. അവരെ പുത്തമ്പണല്ല, ഒന്നിങ്ങി വന്നേ. എന്ത് കണ്ടിട്ടാ പിള്ളേച്ചന് ഓരോരോ ആലോചനകൾ ഇങ്ങനെ എടുത്തെടുത്തിടുന്നത്? പണ്ടോ മണമൊക്കെ ഞാൻ ഇവിടെ നിന്ന് കൂട്ടിയിട്ടിരിക്കുക. ആകെ കൂടി തട്ടിക്കൂട്ടിയാ 10-15 പവൻ കാണും. ബാക്കിയുള്ള ചെലവുകളൊക്കെ എങ്ങനെ നടക്കുന്ന? അതൊക്കെ നടന്നോളൂ. പറയാൻ എളുപ്പാ. തീ തിന്നുന്നത് ഞാനാ. കുറച്ച് കാശ് ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും. അതിന് കേബിളും കെട്ടിപ്പിടിച്ചിരുന്ന കാര്യമൊന്നുമില്ല. വേറെ ഏതെങ്കിലും ബിസിനസ്സിലേക്ക് തിരിയണം. വേറെ ഏത് ബിസിനസ്സാ? അതല്ലേ പിടികിട്ടാത്തത്. സ്കൂളിന്റെ വാതൊക്കെ കപ്പലിന്റെയും വറുത്ത് കപ്പലിന്റെ എന്ന് പറഞ്ഞ് വിറ്റ് കിടന്നവനാ കളത്തിപ്പറമ്പിലെ ജോണേട്ടൻ. കണ്ണൊന്ന് അടച്ചു തുറന്നുള്ളൂ. ഇപ്പൊ ലക്ഷപ്രഭുവാ. ടൈം അല്ലാതെ എന്ത് പറയാം. ടൈം മാത്രമൊന്നുമല്ല, അവൻ നല്ലോണം അധ്വാനിച്ചിട്ടാ. വെറും ഒരു സെക്കൻഡ് ഹാൻഡ് ഫിഷിംഗ് ബോട്ടിൽ നിന്നല്ലേ അവന്റെ തുടക്കം. ഈ ഫിഷിംഗ് ബോട്ട് നല്ലൊരു ബിസിനസ് അല്ലേ? എന്താ നോട്ടമുണ്ടോ? നോക്കിയിട്ട് എന്താ കാര്യം? കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളവിടെ നിൽക്കട്ടെ. നിനക്ക് ഫിഷിംഗ് ബോട്ടിൽ താല്പര്യമുണ്ടോ? ആർ യു ഇൻട്രസ്റ്റഡ് വിത്ത് ഫിഷിംഗ് ബോട്ട്? ടെൽ മീ. കൊണ്ടുപോ. എങ്ങനെയുണ്ട് കണ്ടീഷൻ? അല്ല, ഈ എഞ്ചിന് ചില നേരത്തിൽ മിസ്സിംഗ് ഉണ്ട്. എന്നാ നിങ്ങ മേടിക്കണ്ട, തീർന്നില്ല കാര്യം. ആശാനെ അതല്ല, ഉദ്ദേശം അതല്ല. ഈ ഡീസലിന്റെ അതാ എഞ്ചിൻ ഒന്ന് ക്ലീൻ ചെയ്താൽ ശരിയാവും. പക്ഷെ ആശാൻ പറഞ്ഞ വില ഇത്തിരി കൂടുതലല്ലേ എന്നൊരു സംശയം. ഈ 4.5 ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ ഒരു ബോട്ട് വേറെ എവിടെയെങ്കിലും കിട്ടുവാന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചില്ല? അങ്ങനെ എങ്ങാനും കിട്ടുവാണെങ്കിൽ നിങ്ങൾ പറയുന്നിടത്തുകൂടി തുണിയില്ലാണ്ട് ഞാൻ നടക്കാം. എനിക്കിത് വിൽക്കേണ്ട ഗതികേടൊന്നും ഉണ്ടായിട്ടല്ല. ഇപ്പൊ തന്നെ 6 ബോട്ട് ഈ കടലിൽ കിടന്ന് ഓടണ്ട്. 2 ഈ മാസം പുതിയ ഇറങ്ങി. ഒക്കെ കൂടി നോക്കിയെടുത്താണോ ബുദ്ധിമുട്ട് കൊണ്ടാ. ആരുടെയും ചിരുന്നാക്കിയിട്ടല്ലേ ഈ തങ്കുവാശാൻ ഇതൊക്കെ ഉണ്ടാക്കിയത്. എനിക്കെന്താ ബംഗ്ലാവില്ലേ, അതാ സ്വത്തില്ലേ, ഈ കാറില്ലേ. ഈ നട്ടാറവേലത്ത് ഇവിടെ വന്ന് കുത്തിയിരുന്നു തുടങ്ങേണ്ട വല്ല കാര്യമുണ്ടാ? ഉണ്ടേ. എന്റെ കണ്ണെത്തിയില്ലെങ്കിൽ വരുന്ന മീനിന്റെ ഭൗതിയും കാണുകയല്ല കണക്കിന്. ഇത് കണ്ട തുഴ പിടിക്കണ തഴമ്പാണി. ഒരു ചാള, ഒരേ ഒരു ചാള, അല്ലെങ്കിൽ ഒരു കൂരിച്ചെമ്മി എന്റെ കണ്ണീപ്പെടാതെ എങ്ങാനും പോയി എന്നറിഞ്ഞ പിന്നെ 1 മാസത്തേക്ക് എനിക്ക് ഉറക്കം വരികയില്ല. അതാണ് ഒരു കാര്യം. അല്ല ആശാനോട് ഏതായാലും ഞങ്ങൾ പോയിട്ടേക്ക് വരും. അതുവരെ ഈ ബോട്ട് വേറെ കൈക്ക് പോകരുത്. പക്ഷെ 4 ഒരു നയാ പൈസ കുറകയില്ല. കൈങ്ങോട്ട് വന്ന്. ഓക്കെ 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 6:30. No, morning 6:30. I will be there. Okay, thank you.
എന്തുറപ്പും മേലെ പിള്ളേച്ചൻ അങ്ങോരോട് ആ ബോട്ടിന് വില പറഞ്ഞെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പു എന്നാൽ താറാമുട്ട എടുത്തോട്ട് വാ പുഴുങ്ങിയത്. നിന്റെ റെഡി ക്യാഷ് ഇപ്പൊ എന്തുണ്ട്? ഒരു 40, 45. അതിൽ നിന്നൊരു 25 എടുത്ത് തങ്കുവാശാൻ അഡ്വാൻസ് കൊടുക്കുന്നു. ബാക്കിയോ? ബാക്കി കല്യാണം നിശ്ചയം കഴിച്ചിട്ട്. പിള്ളേച്ചൻ എന്തായി പറയുന്നു? എടാ കല്യാണം നിന്റെ പെങ്ങക്കല്ല, നിനക്കാ. ഇപ്പോഴത്തെ ചുറ്റുപാടിലൊരു 5-6 ലക്ഷം രൂപ നിനക്ക് സ്ത്രീധനമായിട്ട് കിട്ടും. അതിൽ നിന്നൊരു 4.5 ലക്ഷം കൊടുത്ത് ആ ബോട്ട് ഇങ്ങോട്ട് വാങ്ങുന്നു. അത് കടലിലിറങ്ങിയാൽ അന്ന് മുതൽ കാശാ. സൊസൈറ്റിയിലൊരു വാല്യൂ ഉണ്ടാവും. അപ്പൊ സോഫിക്ക് ഇന്ന് കിട്ടുന്നതിലും നല്ല ബന്ധം അന്ന് കിട്ടും. കപ്പലണ്ടിക്കാരൻ ജോണിക്കും ആ തങ്കുവശാലും കാശുകാരൻ ആകിപ്പിച്ചാണ് കാണാൻ ബുദ്ധിമുട്ട്. എന്താ സംശയമുണ്ടോ? അല്ല, ഈ സ്ത്രീധനം കണക്ക് പറഞ്ഞൊക്കെ വാങ്ങുകയെന്ന് വെച്ചാ അതും ഈ കാലത്ത്. കാലം ഏതായാലും സ്ത്രീധനം തന്നെയാ. അതിപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്, പണ്ടത്തേക്കാ കൂടുതലായിട്ട്. അല്ല, എന്നാലും എനിക്ക് ഇത്ര കിട്ടണം എന്നൊക്കെ എങ്ങനെയാ ചോദിക്കുക? അയ്യേ, അങ്ങനെ ചോദിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് എത്ര കൊടുക്കും എന്ന് ചോദിക്കാലോ. അതറിഞ്ഞിട്ടേ ഞാൻ ഉറപ്പിക്കുന്നുള്ളൂ. കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. നിനക്ക് കാശുണ്ടാക്കണോ, ഫിഷിംഗ് ബോട്ട് വാങ്ങണോ, പെങ്ങന്മാരെ അന്തസ്സായിട്ട് പറഞ്ഞയക്കണോ? വേണ്ടേ? വേണം. എന്നാൽ ഇന്നു മുതൽ നമ്മൾ അന്വേഷണം ആരംഭിക്കുന്നു. സുന്ദരിയും സുശീലയുമായ ഒരു പെൺകുട്ടി നല്ല സ്ത്രീധനവുമായിട്ട് നിനക്ക് വേണ്ടി എവിടെയോ കാത്തിരിക്കുന്നു. നീ പൊക്കോ, ഞാൻ വന്നേക്കാം. ഒരാൾ കൂടെ ഉണ്ട് കൂട്ടിന്. പോടെ കഴുത. ഇതെവിടെ പോയതാ? ടൗണില് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ബോട്ട് കിട്ടിയില്ല. അപ്പൊ ബസ്സിലിങ്ങ. ഞാൻ ആദ്യം കണ്ടില്ല. ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോ ചാർലിയാ പറഞ്ഞത് ഡെയ്സിയാ പോകുന്നതെന്ന്. പിന്നെ സുഖല്ലേ? ഞങ്ങളുടെ ഈ TV പ്രോഗ്രാം ഒക്കെ കാണാറില്ലേ? ഇപ്പൊ കാണാറുണ്ട്. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം വൈകുന്നേരം 2 മണിക്കൂർ ഒരു ഡെഡിക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. അറിയാം. അതിലേക്ക് വിളിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ ഇട്ട് തരും. ഈ പ്രണയഗാനങ്ങളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഞാനവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അടുത്തടുത്ത കരകളിലായിട്ടും നമ്മൾ ഇതുവരെ കണ്ടില്ല എന്നുള്ളത് അതിശയം. ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഒരുപാട് സ്ഥലത്ത് വെച്ച്. ബോട്ടില്, പള്ളിയില്, ചിലപ്പോ പോസ്റ്റിന്റെ മുകളില്. പോസ്റ്റിൽ കയറാനൊക്കെ ഒരുപാട് ആളുകൾ വേറെ ഉണ്ട്. എന്നാലും നമ്മൾ ചെയ്യുന്നതിന്റെ പെർഫെക്ഷൻ കിട്ടില്ലല്ലോ. പിന്നെ പോളിയില് എന്റെ സബ്ജക്ട് ഇലക്ട്രോണിക്സ് ആയിരുന്നു. ഗൾഫിൽ നിന്നൊക്കെ കുറെ ഓഫർ വന്നതാ. മാസം 50,000, 1 ലക്ഷം ഒക്കെ വെച്ച് തരാന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ നാട് വിട്ടുപോകാൻ മനസ്സ് വന്നില്ല. നമ്മുടെ മണ്ണ്, നമ്മുടെ വെള്ളം. ഇപ്പതാ മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയും. ഇനി ബിസിനസ് ഒക്കെ ഒന്ന് വലുതാക്കണം. ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുതലേ. ഒരു ഫിഷിംഗ് ബോട്ട് വാങ്ങാൻ അഡ്വാൻസ് കൊടുത്ത് കഴിഞ്ഞു. വേറെ ചില പദ്ധതികളൊക്കെ മനസ്സിലുണ്ട്. കല്യാണത്തിന് മുമ്പ് എങ്ങനെയാ ഒന്ന് കാണുക എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കണ്ടപ്പോ സത്യത്തിൽ ഷോക്കായി പോയി. എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, ഒന്നും പറയാനും പറ്റിയില്ല. സാരമില്ല, പറയാൻ ഇനി ഒരു ജന്മം മുഴുവൻ ബാക്കിയുണ്ടല്ലോ. സൈനബാ, ഇതൊന്നാ വെയിലത്തോണ്ട് വെച്ചേ. തയ്ക്കാനുള്ള തുണികളൊക്കെ എന്ത് ചെയ്യും? അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. സോഫിയേ, ഞാനത് വീട്ടിലേക്ക് കൊണ്ടുവന്നോളാം. ദേ, ഈ ഇടിക്കലും പൊടിക്കലും ഒന്നും ഇപ്പൊ ആരും ചെയ്യാറില്ല ചേട്ടത്തി. ഇത് മില്ലി കൊണ്ട് കൊടുത്താ പോരെ. അതൊക്കെ പരിഷ്കാരികൾക്കുള്ള. നമുക്ക് നമ്മുടെ പഴയ ഏർപ്പാട് തന്നെയാ നല്ലത്. അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ചേട്ടത്തി. കണ്ട നാടകക്കാരുടെ അവിശ്വാസികളുടെ ഒക്കെ നടന്ന് ഇത് ഞാനിപ്പോ ചിന്തിക്കുന്ന മുഴുവൻ തലതിരിഞ്ഞോണ്ടാ. ഇവിടെ എന്നെ ഇങ്ങനെ കുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ ചേട്ടത്തിക്ക്? അതിനിപ്പൊ ഇവിടെ വിസ്തരിക്കണ്ട. പിള്ളേര് നബീസുമ്മയൊക്കെ ഇരിക്കുന്നു. നബീസുമ്മ കേട്ടോണ്ട് ഒരു തകരാറുമില്ല. ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാ. നീ പറയടാ. അതെ, ഞങ്ങളുടെ ഈ ലീനമോളുണ്ടല്ലോ, അവളോട് ഒരാൾക്ക് ഒരിത്തിരി ഇഷ്ടം. ഇവളുടെ കോളേജിൽ തന്നെ പഠിപ്പിക്കുന്ന മാഷ. അയാൾ അത് എന്നോട് നേരിട്ട് പറഞ്ഞു. ചോദിച്ചപ്പോ ഇവൾക്കും താല്പര്യം. ഞാൻ സമ്മതിക്കണോ വേണ്ടേ? കർത്താവേ, നേരാന്നോടി. ആളെങ്ങനത്തെ കൂടെ ചോദിക്കേ. നല്ല മിടുക്കം പയ്യൻ, പഠിപ്പുണ്ട്, ജോലിയുണ്ട്, ഒരു നയാ പൈസ സ്ത്രീധനവും വേണ്ട. പിന്നെ അവൻ ജനിച്ചതൊരു SNDP കുടുംബത്തിലായി പോയി. അപ്പൊ സ്വജാതിയല്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നല്ലേ ഉമ്മ? കണ്ടോ, ഇതാ പറഞ്ഞ തലതിരിഞ്ഞു പോയിന്ന്. നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റത്തില്ലയോ മാത്തച്ചാ? ഉണ്ണികൃഷ്ണൻ എന്നുള്ള പേര് ഔസേപ്പ് എന്നാക്കിയിട്ട് എന്താ കാര്യം ചേട്ടത്തി? കാലം മാറിയില്ലേ?
ഇപ്പോഴത്തെ കാലത്ത് ഒരുവിധം ബുദ്ധിയുള്ളവരൊക്കെ അവനവന്റെ ഇണകളെ തന്നെത്താൻ കണ്ടു. എടാ നീ അറിഞ്ഞോ നീനി ഒരു ചോവച്ചെറുക്കനെ കൊണ്ട് കെട്ടിക്കാൻ പോവാണെന്ന്? പ്രേമത്തിന് ജാതിയും ഇല്ല മതവും ഇല്ല. പ്രേമം ദിവ്യമാണ്, അത് ഉദാത്തമാണ്. വിവാഹം സ്വർഗത്തിൽ തീരുമാനിക്കപ്പെടുന്നു. അവന്റെ ആജ്ഞകൾക്കനുസരിച്ച് അത് ഭൂമിയിൽ നടത്തപ്പെടുന്നു. ചേർത്തടുപ്പിച്ചോ കുത്തു നിർത്തിക്കണം. സോഫി ദേ പെട്ടിനെ പിടിച്ചേ. ദേ നാത്തൂന്റെ രണ്ടാം സാരി മറ്റു ഡ്രസ്സൊക്കെ പിടിക്കാനുള്ള അവകാശം ഇനി നിനക്കാ. നമ്മുടെ വീടെത്തി. ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ? വേറെ ഉണ്ട്. സോപ്പ്, ചീപ്പ്, പൗഡർ, അവൾക്ക് തൽക്കാലം ഉപയോഗിക്കാനുള്ള എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. ഹലോ ഹലോ ഒന്ന് മാറിക്കോ. വല്യമ്മച്ചി പിടിച്ചോ. നീ എവിടേക്കാ? അതെ എന്ത് പറയാ? ഓടിക്കളിക്കാതെ വീട്ടിലോട്ട് ചെല്ലേ. ചെറുക്കനും പെണ്ണും കുരിശ് വരച്ച് പെരക്കാത്ത കയറ്റാൻ സമയമായി. കാര്യം പറ, കിട്ടിയോ? ഇല്ല. ഇല്ലേ? ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലെന്നാണ് അർത്ഥം. കിട്ടും. ഒരു 3 മാസം കൂടെ കഴിയും. 3 മാസോ? പുതുമന അച്ഛന്റെ മധ്യസ്ഥയില വാക്ക് പറഞ്ഞത്. നിന്റെ ഇളയപ്പനെ സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ പുറമേക്കാരനായി ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കെട്ടിക്കൊടുക്കാൻ പറ്റുമോ? ആ സെക്രട്ടറി ചതിച്ചതാ. ദേഷ്യം വന്ന ആൻഡ്രോ സാർ ആ ലോണിന്റെ കള്ളാസൊക്കെ അയാളെ മുമ്പിൽ വെച്ച് എന്നെ പറിച്ചു ദൂരെ കളഞ്ഞു. ഇനി കാശ് കണ്ടെത്താൻ വേറെ വഴി നോക്കണം. അതിനൊരു 3 മാസം കൂടെ വേണമെന്ന് പറഞ്ഞു. സമ്മതിക്കാതെ പറ്റുമോ? അപ്പൊ ബോട്ട് എങ്ങനെ വാങ്ങും? ആ ബോട്ട് 3 മാസം കഴിഞ്ഞ് വാങ്ങും. അതിന് തങ്കുവാശം സമ്മതിക്കോ? അയാളെ ബോട്ട് അല്ലെങ്കിൽ വേറെ ബോട്ട്. അപ്പൊ ഞാൻ കൊടുത്ത അഡ്വാൻസ് അല്ലേ? ഇനി എന്നത്തിനാണ് നിക്കണത്? അല്ല ശനെ, അഡ്വാൻസ് 25,000 രൂപ അതിക്ക് തന്നാൽ ബെന്നി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ. ആരാടോ കഷ്ടപ്പെടാത്തത്? ഇത് കണ്ട വല്ലവന്റെയും കോണകം തിരുമ്മി ഉണ്ടാക്കിയ തഴമ്പല്ലേ ഉപ്പ് വെള്ളത്തിൽ കിടന്ന് ഉഴ പിടിച്ചതിന്റെ. അല്ല അതല്ല ശന, ഈ കച്ചവടം നടക്കാത്ത സ്ഥിതിക്ക്. കച്ചവടം നടക്കാത്ത എന്റെ കുറ്റം കൊണ്ടാണ്. ആന വാ വിളിക്കുമ്പോൾ അണ്ണാൻ വാ വിളിച്ചാലേ കീറിപ്പോകും. തങ്കൂന് തന്ത ഒന്നേ ഉള്ളൂ, വാക്കു ഒന്നേ ഉള്ളൂ. നിങ്ങൾക്കൊരു ബോട്ടും ഇല്ല, കാശും ഇല്ല. ഞാനിനി ഭാഷ മാറ്റി പറയണ? അല്ല മാറ്റി പറയണ. വേണ്ട.